ഹായ് ഫ്രണ്ട്സ്, 2 ദിവസമായിട്ട് തിരക്കായതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇല്ലാതെ വന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് ഇന്ന് വീഡിയോ ഒന്നും ഇല്ലയോ എന്ന് ചോദിച്ച് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ഇന്നൊരു നല്ല പണിയിലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത്, നിങ്ങളൊരു തെങ്ങ് കർഷകരാണോ, പച്ചക്കറി കർഷകരാണോ, അല്ലെങ്കിൽ ഏത് കൃഷിയാണേലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് ഈ കള എന്ന് പറഞ്ഞ പുല്ല്. ഈ പുല്ല് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കൃഷി ചെയ്തിട്ടും കാര്യമില്ല, ഉള്ള വളം മുഴുവൻ ആ പുല്ലാണ് എടുത്തുകൊണ്ട് പോകുന്നത്. പുല്ലെടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇത്തവണ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് പച്ചക്കറി ചെയ്തായിരുന്നു. പച്ചക്കറി ചെയ്ത് മൊത്തം മൾച്ചിങ് ചെയ്തിട്ടാണ് പയറെല്ലാം ചെയ്തത്. അപ്പോൾ മൾച്ചിങ് ചെയ്യാത്ത സ്ഥലത്തിൻ്റെ അവസ്ഥ കണ്ടോ, ഇത്രയും കാട് കയറിപ്പോയി. ഇത് കണ്ടോ, ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ പുതിയ പരിപാടി. ഇത് തെങ്ങിനും എല്ലാത്തിനും ഉപകരിക്കുന്ന ഒരു പടുതയാണിത്. ഇത് വീഡ് മാറ്റാണ്. ഞാൻ 8 വർഷമായിട്ട് ഉപയോഗിച്ചിട്ട് ഒരു കുഴപ്പമില്ലാതെ കിടക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത്രയും സ്ഥലത്ത് ഞാൻ പുല്ല് ചെത്താനായിട്ട് എനിക്ക് 4000 രൂപ എക്സ്പെൻസായി, പുല്ല് ചെത്താനായിട്ട് മാത്രം. പിന്നെ അവിടെ കിടന്ന ചേമ്പും എല്ലാം പറിച്ചു. അപ്പോൾ ചേമ്പെല്ലാം കൂടെ വിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പുല്ല് ചെത്തി പൈസ കിട്ടി. പക്ഷേ ഇത് ഞാൻ അത്യാവശ്യമായിട്ട് ചെയ്തൊരു സംഭവമാണ്. നിങ്ങൾ എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഇവിടെ വെള്ളരി അടുത്ത് ഇടാൻ പോവാം. ഇത് കണ്ടത്, ഇവിടെ വെള്ളരി നമ്മൾ ഇവിടോട്ട് അങ്ങ് ഇടും. ഇട്ടിട്ട് വെള്ളരി ഇതിലേ അങ്ങ് പടരുകയും ചെയ്യും. ഈ ബാഗുകളിലെല്ലാം ഇനി ചീരയാണ് കൃഷി ചെയ്യാൻ പോകുന്നത്. ചീര കൃഷി ചെയ്യാൻ പോവാ. തെങ്ങിൻ്റെ ഇത്രയും സ്ഥലം മാത്രം നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുക. നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഇവിടുന്ന് ഒരുമാതിരി വള്ളി അങ്ങോട്ട് കയറിയിട്ട് തൈ ഒന്നും അനങ്ങാൻ മേലാത്ത രീതിയിൽ വളഞ്ഞു നിർത്തിയിരിക്കുകയായിരുന്നു. ഉണ്ടോ? ഈ ഒരു പടുത, ഈ ഒരു പ്രോഡക്റ്റ് എല്ലാ കൃഷിക്കാർക്കും നല്ല പ്രയോജനമാണ്. ഇത് ഞാൻ ആലപ്പുഴയിലുള്ള ശീമാട്ടിയുടെ പുറകിൽ റോയി അൾട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു കടയിൽ നിന്നാണ് ഞാൻ ഈ സാധനങ്ങളെല്ലാം വാങ്ങുന്നത്. ഈ ഗ്രോ ബാഗ് അവരുടെയാണ് കേട്ടോ. ഇതിനൊരു പേരുണ്ട്, എവർലാസ്റ്റിംഗ് ഗ്രോ ബാഗ്. ഇത് ഇപ്പം 10 കൃഷി വരെയായിട്ട് ഒരു കുഴപ്പമില്ലാതെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് വീട്ടിൽ. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ പാടത്തിൻ്റെ വരമ്പത്ത് ഞാൻ കുക്കുംബർ കൃഷി ചെയ്ത ബാഗാണ്. അപ്പം അതിനെ ഞാൻ തിരിച്ചു കയറ്റി. ഇതുകൊണ്ടുള്ള 2 ഗുണം: പടുത പറന്ന് പോകത്തുമില്ല, നമുക്ക് പച്ചക്കറി ഉണ്ടാക്കുകയും ചെയ്യാം. ഉണ്ടോ? ഇത് ഞാനൊരു സംഭവം ചെയ്ത് വിജയിച്ച കാര്യങ്ങൾ മാത്രമേ ഞാനത് പരസ്യമായിട്ടോ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കത്തുള്ളൂ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നതാണ്. ഉണ്ടോ? ഇതൊരു 7-8 വർഷം ഇതേ കണ്ടീഷനിൽ കിടക്കും. എന്നിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ഇത് കണക്ക് തന്നെ എന്നോട് പറഞ്ഞു, അവർ ബഹ്റൈനിലാണ്. അപ്പം അവർക്ക് നല്ല രീതിയിൽ മംഗോസ്റ്റിനും സംഭവങ്ങളും എല്ലാം അവർ ചെയ്തിട്ട് തിരുവല്ലയിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ ഓരോ ലീവിന് വരുമ്പോഴത്തേക്കും പറമ്പ് മുഴുവൻ പുല്ല് കയറി കിടക്കുക. അപ്പം എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് എന്നെ സോജനയും വിളിച്ചുകൊണ്ട് ഞങ്ങളെ തിരുവല്ലയ്ക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ ഫ്ലോട്ട് കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അബ്രാച്ച ഇതിങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ 2 ഏക്കർ സ്ഥലം ഇതേ രീതിയിൽ 80,000 രൂപയോളാണ്ട് മുടക്കി ഇപ്പം ഫുള്ള് തീർന്നോ ഇല്ലയോ എന്നറിയില്ല, ചെയ്തിട്ടിരിക്കുക. വളരെ ഹാപ്പിയാണ്. നമ്മുടെ തെങ്ങുകൾക്ക് കിട്ടേണ്ട വളങ്ങൾ മുഴുവൻ ഈ പുല്ലാണ് കൊണ്ടുപോകുന്നത്. ഈ പുല്ല് നമ്മൾ കെമിക്കൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ തെങ്ങയിലെ കള്ള് നിന്ന് പോകും. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ചെയ്തതാണ്. ഇത് പക്കാ സക്സസ് ആയിരിക്കും. ഇത് നിങ്ങൾ കണ്ടോണം, അടുത്ത പുതിയ ഓരോ വീഡിയോകളൊക്കെ വരുമ്പോൾ ഈ പ്രോഡക്റ്റിന് എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ നെല്ല് ഇനിയിപ്പം മാർച്ച് 15-ാം തീയതി കൊയ്ത്ത് പാകമായിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.